നമസ്കാരം. നവീൻ ഇൻസ്പയർസ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. എല്ലാവർക്കും തൻ്റെ മേഖലയിൽ ഒരു വലിയ വിജയമായി മാറണം, എനിക്ക് സക്സസ് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹമുണ്ടായിട്ടും എല്ലാ വ്യക്തികൾക്കും സക്സസ്ഫുള്ളായി മാറാൻ കഴിയാത്തത്? തിരിച്ചറിയേണ്ടത്, ഒരു വ്യക്തിക്ക് അൾട്രാ സക്സസ്ഫുള്ളായി മാറണമെങ്കിൽ ആ വ്യക്തി അതിനുള്ള വില കൊടുക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ അദ്ദേഹം എത്ര കണ്ട് ആ അൾട്രാ സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുക്കണമോ അത്ര കണ്ട് എഫേർട്ട് എടുക്കുമ്പോഴാണ് ആ വ്യക്തി അൾട്രാ സക്സസ്ഫുള്ളായി മാറുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കും നമ്മുടെ മേഖലയിൽ ഒരു പടി മുകളിലേക്ക് ചവിട്ടാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചവിട്ടി മുൻപോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തികളുടെ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തിയുടെ ലക്ഷണങ്ങളെന്ന്. നമ്പർ 1, ലൈഫ് ലോങ് ലേണിംഗ്. അൾട്രാ സക്സസ്ഫുൾ ആയ ഓരോ വ്യക്തിയും അദ്ദേഹം ലൈഫ് ലോങ് ലേണിംഗിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു മേഖലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിൽ ഞാൻ എല്ലാം അറിയുന്നവനാണ് എന്ന ധാരണയിലാണ് ഭൂരിപക്ഷം ആളുകൾ നടക്കുന്നത്. എന്നാൽ അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തി ആ വിഷയത്തെ പറ്റി ഒരു പുസ്തകം എഴുതിയാലോ അല്ലെങ്കിൽ 10 100 പുസ്തകം എഴുതിയാലോ വീണ്ടും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. അതായത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റമാണോ ചുറ്റും സംഭവിക്കുന്നത് അതെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട്, കൃത്യമായ രീതിയിലുള്ള പഠന പ്രക്രിയ മരണം വരെ തുടരുന്നു എന്നുള്ളതാണ് അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തിയുടെ ഒന്നാമത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അവർ പുസ്തകങ്ങൾ വായിച്ചും പോഡ്കാസ്റ്റുകൾ കേട്ടും ഇതേപോലുള്ള വീഡിയോസ് ഇരുന്ന് കണ്ടും അതേപോലെ പല സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്തും എങ്ങനെയൊക്കെ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാമോ, എങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കാമോ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ആളുകളാണ്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ തലച്ചോറിൽ കൂടുതൽ പുതിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിലൂടെ ന്യൂറൽ പാത്വേസ് ഉണ്ടാവുകയും അവരുടെ ചിന്താശേഷിയും അവരുടെ പ്രവർത്തനക്ഷമതയൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, അവർ ലൈഫ് ലോങ് ലേണിംഗിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. നിങ്ങളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, നിലവിലുള്ള മേഖലയിൽ നിങ്ങൾ വളരണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. 2, പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. കൃത്യമായി ജീവിതത്തിൽ പ്രയോറിറ്റി ഉള്ള വ്യക്തികളായിരിക്കും അവർ. അതായത് അവർക്ക് 100 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ 100 കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുന്നവരായിരിക്കില്ല. മറിച്ച് ആ 100ൽ ഏറ്റവും പ്രധാനപ്പെട്ട 20 കാര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഇത് അവരോട് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി പറയാൻ കഴിയും. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് 100 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ കാര്യമാണെന്ന കൃത്യമായ ക്ലാരിറ്റി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഗുണം എന്താണെന്നറിയോ? അത്ര കണ്ട് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ ബാക്കി 99 കാര്യത്തെ മാറ്റിവെച്ച് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഒറ്റ കാര്യം ചെയ്തു തീർക്കാനുള്ള ഫോക്കസും അതിനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് അറിയാം ഈ 100ൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നിങ്ങളും ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട ആ ഒരു 100 കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20 കാര്യങ്ങളെ കൃത്യമായി എഴുതി തയ്യാറാക്കി അതിൽ ഓരോ കാര്യങ്ങളും 1 2 3 4 ആയിട്ട് ചെയ്തു തീർക്കുക. നിങ്ങൾക്ക് അതിലൂടെ വലിയൊരു റിസൾട്ട് നിങ്ങളുടെ മേഖലയിൽ ഉണ്ടാവുന്നതാണ്. മാത്രമല്ല പ്രയോറിറ്റൈസേഷനോടൊപ്പം കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് അൾട്രാ സക്സസ്ഫുൾ ആയ ആളുകൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്, എവിടെയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, അവിടെ എത്തിച്ചേരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് കൃത്യമായ ധാരണയുള്ള, അത് എഴുതി തയ്യാറാക്കിയ ഒരു ഗോൾ ഷീറ്റ് ഉള്ള, ആ ഗോൾ ഷീറ്റ് സ്ഥിരമായി വിഷ്വലൈസ് ചെയ്ത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ, എന്തൊക്കെ സ്കിൽ ഉണ്ടാക്കണോ, എന്തൊക്കെ നോളജ് ഉണ്ടാക്കണോ, എന്തൊക്കെ ആറ്റിറ്റ്യൂഡിലും മൈൻഡ് സെറ്റിലും മാറ്റം വരുത്തണോ അതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അൾട്രാ സക്സസ്ഫുൾ ആയ ആളുകൾ. നിങ്ങൾക്കും കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന 2 വർക്ക്ഷോപ്പുകൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നിന്നോ അല്ലെങ്കിൽ കമന്റ് ഭാഗത്തിൽ നിന്നോ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി ആ ഒരു വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ചെയ്യുക. സോ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്യുകയും കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അൾട്രാ സക്സസ്ഫുൾ ആയ ആളുകൾ. 3, they build meaningful relationships. അവര് അർത്ഥവത്തായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സ്കില്ല് നന്നായിട്ടുള്ള ആളുകളാണ്. കാരണം ബിസിനസ്സിലെ എഴുതപ്പെടാത്ത നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നെറ്റ്വർക്കിംഗ് സ്കില്ലാണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടുകയും കൂടുതൽ ആളുകളോട് നല്ല ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ബിസിനസ്സിലെ എഴുതപ്പെടാത്ത തമ്പ്രൂൾ എന്ന് പറയുന്നത്. ഏത് മേഖലയിലും ഒരു വ്യക്തിക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബന്ധങ്ങൾ അനിവാര്യമാണ്.
ക്വാണ്ടിറ്റി അല്ല, ഒരുപാട് ബന്ധങ്ങളല്ല, മറിച്ച് ക്വാളിറ്റി ഉള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിജയിച്ച ആളുകളൊക്കെ തന്നെ മിടുക്കരാണ്. വിജയിച്ച ഏത് വ്യക്തി എടുത്ത് വേണമെങ്കിലും പരിശോധിച്ച് നോക്കിക്കോളൂ, അവർക്കൊക്കെ കൃത്യമായ നെറ്റ്വർക്കിംഗ് സ്കില്ല് ഉള്ള വ്യക്തികളാണ്. സ്റ്റീവ് ജോബ്സിനെ എടുത്താലും അദ്ദേഹത്തിന് കൃത്യമായി ജോൺ സ്കള്ളിയുമായി ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ, ആ ഒരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലാണ് അദ്ദേഹത്തിന് ഇത്ര കണ്ടൊരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കി ആപ്പിളിനെ വളർത്താൻ കഴിഞ്ഞത്. ആരെ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കൂ, മനസ്സിലാവുന്ന കാര്യമാണ്. അവർക്കൊക്കെ നെറ്റ്വർക്കിംഗ് സ്കിൽ എന്ന സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മികച്ച റിലേഷൻഷിപ്പുകൾ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 4, സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കൃത്യമായി സംസാരിക്കാനും കൃത്യമായി സെയിൽസ് ചെയ്യാനും അവർക്കറിയാം. കാരണം ഒരു വ്യക്തിക്ക് അൾട്രാ സക്സസ്ഫുൾ ആയി മാറണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയമായാലും അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് ആണെങ്കിലും ഇതൊക്കെ കൃത്യമായി മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കെൽപ്പ് വേണം. അപ്പൊ മികച്ച ഒരു സെയിൽസ്മാൻ ആയിരിക്കും ഇത് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാല് ചൊവ്വയിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സ്ഥലം കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള കോളനി ഒരുക്കുക, അതല്ലെങ്കിൽ വണ്ടി പ്രത്യേകിച്ച് സംവിധാനം ഒന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യുന്ന ടെസ്ല എന്ന വെഹിക്കിൾ ഫോം ചെയ്യുക, ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളും ആശയങ്ങളുമാണ് എലോൺ മസ്കിന്റെ മനസ്സിലുള്ളത്. അദ്ദേഹം അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മികച്ച സെയിൽസ് സ്കില്ലും ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ടാണ്. ഏത് മേഖലയിലും അൾട്രാ സക്സസ്ഫുൾ ആയ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ഇന്റൻഷനലി അവർ വളർത്തിയെടുത്ത ഒരു സ്കില്ലാണ്. നിങ്ങൾക്കും സെയിൽസിന്റെ സയൻസും ആർട്ടും പഠിക്കാൻ കഴിയുന്ന ഒരു ബേസിക് സെയിൽസ് പ്രോ ഫൗണ്ടേഷൻ ബ്ലൂ പ്രിന്റ് ലെവൽ 1 വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കൃത്യമായി സെയിൽസിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ ആ വർക്ക്ഷോപ്പ് സഹായിക്കുന്നതാണ്. ജീവിതത്തിൽ സെയിൽസ് സ്കില്ല് അനിവാര്യമാണ്, മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അനിവാര്യമാണ്. 5, വിഷ്വലൈസേഷൻ. കൃത്യമായി അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം വന്നാൽ ആ ആഗ്രഹത്തെ വിഷ്വലൈസ് ചെയ്യുന്ന ആളുകളാണ് അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. അവരതിന്റെ വിഷ്വൽ ഇമേജ് തലച്ചോറിൽ വീണ്ടും വീണ്ടും കാണുകയും ആ വിഷ്വൽ ഇമേജിനെ താലോലിക്കുകയും അതിലൂടെ ഒരു പ്രത്യേക രീതിയിൽ എനർജി ക്രിയേറ്റ് ചെയ്യുകയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളാണ് അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. കാരണം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്തിൽ അവിസ്മരണീയമായ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അത്ഭുതപ്പെടുത്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന വ്യക്തികൾ അവരൊക്കെ വിഷ്വലൈസ് ചെയ്ത് ഇന്നേ വരെ ഈ ലോകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വിഷ്വൽ ഇമേജിനെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി ആയിരിക്കും ലഭിക്കുന്നത്. ശക്തമായി ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കാനും സഹായിക്കുന്നതാണ്. 6, ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ പറയുന്നത് ചെയ്യുക, ചെയ്യുന്നത് പറയുക എന്ന ശീലം അൾട്രാ സക്സസ്ഫുൾ ആയ ആളുകൾക്കൊക്കെ തന്നെയുണ്ട്. നമുക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പറയുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുകയും ചെയ്താൽ ഇന്റഗ്രിറ്റി എന്ന ക്വാളിറ്റി ഉണ്ടാവും. എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി പറയുന്ന വാക്ക് പാലിക്കുമ്പോൾ ആക്ച്വലി ആ വ്യക്തിക്ക് അയാളോട് തന്നെ ബഹുമാനം തോന്നും, സെൽഫ് റെസ്പെക്ട് തോന്നും. ആ ബഹുമാനം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിച്ചാൽ ആ വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശക്തമായി ഇറങ്ങി ചെയ്യാൻ കഴിയും. അതിനുള്ള ഫോക്കസും ക്ലാരിറ്റിയും ധൈര്യവും ഒക്കെ തന്നെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. നമുക്കും നമ്മുടെ മേഖലയിൽ ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകണമെങ്കിൽ പറയുന്ന വാക്കുകൾ പാലിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ വാക്ക് പാലിക്കും എന്ന അർത്ഥത്തിൽ VP എന്ന് കമന്റ് ചെയ്യുക. കൃത്യമായി ഈ പറഞ്ഞ 6 കാര്യങ്ങൾ അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഫോളോ ചെയ്യാം. കൃത്യമായി ഇതൊക്കെ ഫോളോ ചെയ്താൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും എന്നത് തീർച്ചയായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഫോക്കസും ക്ലാരിറ്റിയും ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ ഫോക്കസും ക്ലാരിറ്റിയും വെച്ച് കൃത്യമായി മുൻപോട്ട് പോകണമെങ്കിൽ ഒരു ഗോൾ ആവശ്യമാണ്. കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പും തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഗോൾ സെറ്റിംഗ് ഫൗണ്ടേഷൻ മൊഡ്യൂളും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പയർസിൽ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങളുടെ സെയിൽസ് സ്കില്ല്, കൃത്യമായ ഒരു ആശയത്തെ കൺവിൻസ് ചെയ്യാൻ, കൃത്യമായി നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും പറഞ്ഞ് ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന സെയിൽസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന സെയിൽസ് പ്രോ ഫൗണ്ടേഷൻ മൊഡ്യൂളും നമ്മുടെ ആപ്ലിക്കേഷനുണ്ട്. കൂടാതെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും പബ്ലിക് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള പല വർക്ക്ഷോപ്പുകളും അവൈലബിൾ ആണ്. എത്രയും വേഗം പ്ലേ സ്റ്റോറിൽ കയറി നവീൻ ഇൻസ്പയർസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായി കോഴ്സുകളൊക്കെ ചെയ്യുക. ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.